സ്വർണ്ണക്കടത്തിൽ അന്വേഷണം നേരിടുന്ന ഒരു ധനകാര്യ സ്ഥാപനത്തിൻ്റെ പ്രധാനപ്പെട്ട ചുമതലക്കാരൻ രാജു രാജു ആൻ്റണി എം പിക്കെതിരായി ഒരു പ്രശ്നം ഉന്നയിച്ചിരിക്കുകയാണ്. അതുകൊണ്ട് ആരോപണം എന്ന് പറയുന്നത് ശരിയില്ലല്ലോ, ഒരു പ്രശ്നം ഉന്നയിച്ചിരിക്കുകയാണ്. ആ ഉന്നയിച്ച പ്രശ്നം വളരെ വളരെ ഗൗരവമുള്ളതാണ്. പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൻ്റെ മുന്നോടിയായി 2 കോടി ഉറുപ്പിക വാങ്ങിയതാണ്. അത് ഈ 2 കോടി എങ്ങനെയാണ് വാങ്ങിയത്? അത് കള്ളപ്പണം പോലെ വാങ്ങിയതാണോ, അല്ല അക്കൗണ്ട് സിസ്റ്റത്തെ അടിസ്ഥാനപ്പെടുത്തിയിട്ട് കൈമാറിയതാണോ? പറയണം. എം പി ആണല്ലോ, പറയണമെന്ന് ഞാൻ പറയാൻ കാരണം രാജു എന്ന് പറയുന്ന ഈ സ്വകാര്യ ധനകാര്യ സ്ഥാപനത്തിൻ്റെ വക്താവ് ഞാൻ 2 കോടി കൊടുത്തിട്ടുണ്ട്, വീട് ഒന്നും വാങ്ങിയിട്ടില്ല എന്ന് പറഞ്ഞതിന് ശേഷം ആൻ്റണി എം പി പറഞ്ഞു ഞാൻ പണം വാങ്ങിയിട്ടുണ്ട്, തിരിച്ചു കൊടുക്കുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ പണം വാങ്ങിയതെങ്ങനെ, തിരിച്ചു കൊടുത്തതെങ്ങനെ? കൃത്യമായിട്ട് രേഖയുണ്ടാവുമല്ലോ. രേഖയില്ലെങ്കിൽ കള്ളപ്പണമാണ്. അതോടൊപ്പം തന്നെ ഈ രാജു പറഞ്ഞത് എനിക്ക് 20 ലക്ഷം മാത്രമേ തിരിച്ചു കിട്ടിയിട്ടുള്ളൂ. 2 കോടി കൊടുത്തിട്ട് 20 ലക്ഷം മാത്രമേ തിരിച്ചു കിട്ടൂ. വലിയ സമ്മർദ്ദം ചെയ്ത് 20 ലക്ഷം തന്നത്, ബാക്കി തന്നിട്ടില്ല എന്നും അദ്ദേഹം പറയുന്നുണ്ട്. അപ്പോൾ ഗുരുതരമായ ഈ സ്വർണ്ണ പ്രശ്നം, നേരത്തെ പറഞ്ഞ പ്രശ്നത്തിൻ്റെ ഭാഗമായിട്ട് ആരോപണങ്ങൾ നേരിടുന്ന ഒരാളും അതിൻ്റെ വിശ്വാസത്തെ പറ്റിയല്ല ഞാൻ പറയുന്നത്, അത് സമ്മതിച്ചു കൊടുത്തതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. ഞാൻ പണം വാങ്ങിയിട്ടുണ്ട് എന്ന് പറഞ്ഞതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ ഈ പണമിടപാട് സംബന്ധിച്ചുള്ള കൃത്യമായ കാര്യം, അതിൻ്റെ ഭാഗമായിട്ടുള്ള എന്ത് സമീപനത്തിലൂടെയാണ് സ്വീകരിച്ചത് എന്നുള്ള കാര്യം ഉൾപ്പെടെ ഒരു എം പി എന്ന രീതിയിൽ തീർച്ചയായിട്ടും ജനങ്ങളോട് പറയാൻ ബാധ്യതയുണ്ട്. അതുപോലെ കോൺഗ്രസിനും ബാധ്യതയുണ്ട്. ആ കോൺഗ്രസും പറയണം എന്ന് തന്നെയാണ് പറയാനുള്ളത്.